ഇനി പശ്ചിമബംഗാളിലേക്ക് പോയാൽ പശ്ചിമബംഗാളിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ബിജെപിയും തൃണമൂൽ കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ബംഗാളിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷാ വലയത്തിലാണ് ഓരോ മണ്ഡലവും ഉള്ളത്. വടക്കൻ ബംഗാളിലെയും മുർഷിദാബാദിലെയും സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സുരക്ഷാ സേനകളുടെ കമാൻഡർമാർ സംയുക്ത യോഗവും ചേർന്നു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ 152 മണ്ഡലങ്ങൾ ജനവിധി തേടാനിറങ്ങുമ്പോൾ പോരാട്ടം കനക്കുകയാണ്. വടക്കൻ ബംഗാളിലെ മലനിരകൾ മുതൽ സമതലങ്ങൾ വരെ നീളുന്ന ഒന്നാം ഘട്ടത്തിൽ ആധിപത്യമുറപ്പിക്കാൻ ബിജെപിയും തൃണമൂൽ കോൺഗ്രസും സർവ്വസന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. എന്നാൽ പ്രചാരണത്തിനൊപ്പം തന്നെ അക്രമ പരമ്പരകളും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വടക്കൻ ബംഗാളിലെ ഓരോ ഗ്രാമങ്ങളിലും രാഷ്ട്രീയ വാക്പോര് സംഘട്ടനത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് പോലീസ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതീവ സുരക്ഷാ മുൻകരുതലുകൾ കേന്ദ്രസേനകൾ സ്വീകരിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ BSF, CRPF, CISF, ITBP, SSB എന്നീ സേനകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. മുർഷിദാബാദ്, മാൽഡ തുടങ്ങിയ പ്രശ്നബാധിത ജില്ലകളിൽ പ്രത്യേക സുരക്ഷാ പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞു. 2400-ലധികം കമ്പനി കേന്ദ്രസേനയെയാണ് ആദ്യഘട്ടത്തിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ബൂത്തുകളിൽ ഡ്രോൺ നിരീക്ഷണവും കർശന പരിശോധനയും ഉണ്ടാകും. ഒന്നാം ഘട്ടത്തിൽ നേടുന്ന മുന്നേറ്റം വരും ഘട്ടങ്ങളിൽ നിർണായകമാകുമെന്നതിനാൽ ഏതറ്റം വരെ പോയും വിജയമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ന്യൂസ് മലയാളം, ബംഗാൾ.